ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കസ്റ്റമൈസേഷൻ ആയിട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് മിഷൻ എംബ്രോയിഡറി വർക്കുകളാണ് കാണിക്കുന്നത്. കുറച്ച് നാളായില്ലേ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ കണ്ടിട്ട്. അപ്പം നമുക്ക് മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്തിരിക്കുന്ന കുറച്ച് സാരീസ് കാണാം. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സാരീസിന്റെ കുറേ ഫോട്ടോസ് ഒക്കെ നമ്മൾ ഷോർട്സ് ആക്കി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്സിനകത്ത് നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ഒരു മോഡൽ വെയർ ചെയ്തിരിക്കുന്ന പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ വിരിച്ച് കാണിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്മളൊരാൾ ഉടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു അപ്പിയറൻസ് കാണണമെങ്കിൽ ഷോർട്സ് നോക്കിയാൽ മതി. ഇന്ന് ഞാൻ ജസ്റ്റ് വെച്ച് കാണിക്കാം. അതുപോലെ മാനിക്യൂനിലുള്ള ആ ഒരു വ്യൂവും കാണിച്ചു തരാം. വൈറ്റ് കോട്ടൺ ചെക്കോട്ട സാരിയിൽ ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് മിഷൻ എംബ്രോയിഡറി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആപ്ലിക് വർക്കാണ്. ഓർഗൻസ ഫാബ്രിക്, ബ്ലാക്ക് കളറിലെ ഓർഗൻസ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്നത്. 3 ഫ്ലവേഴ്സ് വരുന്ന ഒരു പാറ്റേണിലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ തന്നെ നമുക്ക് ഒരു ഡിസൈൻ പിക്ചർ കാണിച്ച് അത് തന്നെ നമ്മൾ റിപ്ലിക്ക ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളർ കൊടുത്ത് തന്നെ സ്കാലപ്പ് ഡീറ്റെയിൽസ് ഒരു പല്ലുവിൻ്റെ എൻഡ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കസ്റ്റമൈസേഷനായിട്ട് ചെയ്തിരിക്കുന്ന അവർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞ പ്രകാരം നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഇതിനകത്ത് പല്ലു പോർഷനിൽ ഇതുപോലെ ഡിസൈനിന് ശേഷം ചെസ്റ്റ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത്. ഇതുപോലെയാണ് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഡിസൈൻ വരുന്നത്. 2 ഡിസൈൻസ്, 3 ഫ്ലവേഴ്സ് വരുന്ന 2 ഡിസൈൻസ് നമ്മൾ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെയിം പാറ്റേണിൽ വരുന്നൊരു 3 ഫ്ലവർ ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ പോർഷനിലൂടെ ചെറിയൊരു ത്രെഡ് ഹൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ബ്ലാക്ക് കളർ വെച്ച് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കോൺട്രാസ്റ്റ്. ഇതിനകത്ത് സ്റ്റിച്ചുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കസ്റ്റമൈസ് ചെയ്യുക. അതായത് ഇപ്പം ക്ലോത്തിൻ്റെ കളർ വേറെ, അതായത് കോൺട്രാസ്റ്റ് ആയിട്ട് ത്രെഡിൻ്റെയും ക്ലോത്തിൻ്റെയും കളർ ഡിഫറെൻ്റ് ആക്കിക്കൊണ്ട് ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പം ഈ ബ്ലാക്കിൽ വരുമ്പോൾ അത് പോസിബിൾ അല്ല. ഇപ്പം പിങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് പിങ്ക് ക്ലോത്ത് വെച്ചുകൊണ്ട് ഡാർക്ക് പിങ്കിൽ ത്രെഡ് വെച്ച് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടെ നമുക്കൊരു ഷാഡോ വർക്ക് ഇഫക്റ്റ് ഒക്കെ വരുന്നത് പോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഇത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ അത് എല്ലാം സെയിം ആയിട്ട് തന്നെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അത് ഫുൾ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് തന്നെ പെട്ടെന്ന് തോന്നുള്ളൂ. പക്ഷേ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ത്രെഡിൻ്റെ ഹൈലൈറ്റ് ഒക്കെ കുറച്ചും കൂടെ നേരിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈൻസ് വരുന്നത്. ലാസ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത് പോലെ സ്റ്റാൻഡിങ് പോസിലാണ് ഇതിനകത്ത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 3 ഫ്ലവേഴ്സ് വരുന്നൊരു പാറ്റേൺ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ബ്ലൗസിനകത്തില്ല, ബ്ലൗസ് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട്, അതായത് കസ്റ്റമൈസേഷനകത്ത് ബ്ലൗസ് ഇൻക്ലൂഡഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ സാരി മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. കോട്ടൺ ചെക്കോട്ട ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൗസ് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. സിംഗിൾ ഫ്ലവർ പാറ്റേണൊക്കെ സ്ലീവിൽ വെച്ചുകൊണ്ട് നമുക്ക് ബ്ലൗസ് ആണെങ്കിലും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് ഡിസൈൻസും അതുപോലെ ഇപ്പോൾ ഈ 3 ഫ്ലവേഴ്സിന് പകരം കുറച്ചും കൂടെ വലുപ്പത്തിൽ നമുക്ക് ഇതേ പാറ്റേണിലൊരു എക്സാക്ട് സെയിം ഫ്ലവർ പാറ്റേൺ അല്ല, നമുക്കൊരു ഷാഡോ വർക്ക് എംബ്രോയിഡറി അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു കളക്ഷൻ ഉണ്ട്. ആ ഒരു പാറ്റേണൊക്കെ നമുക്ക് ഒരു മിഷൻ എംബ്രോയിഡറി ആപ്ലിക് വർക്ക് വെച്ചിട്ട് സെയിം രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് അത് വരുമ്പോൾ ഫ്ലവർ ബഞ്ചിനകത്ത് ഒരു 5 ഫ്ലവേഴ്സൊക്കെ വരുന്നത് പോലെ വരുന്നത്. ആ ഒരു പാറ്റേണിലൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക് വർക്ക് യൂസ് ചെയ്തിട്ട് മിഷൻ എംബ്രോയിഡറിയിലാണെങ്കിലും എക്സാക്ട് സെയിം അല്ല, ഷാഡോ വർക്കിന് ഒരിക്കലും ഓൾട്ടർനേറ്റീവായി വരത്തില്ല. പക്ഷേ എന്നാലും അതൊരു അപ്പിയറൻസ് ഒക്കെ വരുന്ന പോലെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഒണിയൻ പിങ്ക് കളറിൽ ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനിൽ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇത് ഒണിയൻ പിങ്ക് എന്ന് പറയുമെങ്കിലും കുറച്ചൊരു മജന്തയോട് സിമിലർ ആയിട്ട് വരുന്ന ഒരു ടോണാണ്. നമ്മുടെ വാടാമുല്ല, മജന്ത ആ ഷെയ്ഡിനോടൊക്കെ സിമിലർ ആയിട്ട് വരുന്ന കോട്ടൺ ചെക്കോട്ടയിൽ വരുന്ന ഷെയ്ഡാണ്. നമുക്ക് പ്ലെയിൻ സാരീസിലും നമുക്ക് നേരത്തെ തൊട്ടേ അവൈലബിൾ ആകുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് കാണാവുന്നത് പോലെ സ്കൈ ബ്ലൂ അല്ല, ഒരു ഇച്ചിരി ഒരു പൗഡർ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും അതുപോലെ ഒരു ഡാർക്കർ ടോൺ ഓഫ് റോയൽ ബ്ലൂ ആ ഒരു ഷെയ്ഡിലോട്ട് വന്നിരിക്കുന്നത്. 2 ബ്ലൂ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എംബ്രോയിഡറി പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ നമുക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള ഒരു കളർ തന്നെയാണ്. ഡാർക്കർ കളർ ആണെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മളെ നേരിട്ട് കാണുന്നതും വീഡിയോയിൽ കാണുന്നതുമായിട്ട് ചെറിയൊരു ഡിഫറൻസ് എപ്പോഴും ഈ മിക്കവാറും ഉള്ള കോട്ട ഷെയ്ഡ്സിനെല്ലാം വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഷെയ്ഡാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവർക്കും ഒക്കെ ചേരുന്ന ഒരു കളർ തന്നെയാണ്. ഇതിനകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഈ പല്ലുവിലെ ഈ ഒരു ഡിസൈനാണ്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഒരു കൈപ്പത്തിയേക്കാളും ഒക്കെ വലുപ്പം വരുന്നത് പോലെയാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. 3 ഫ്ലവേഴ്സും ചെറിയ ഫ്ലവർ ബഡ്സും ഒക്കെ വരുന്ന ഒരു പാറ്റേണിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു സാരി വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിൽ കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സാരിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാരിയിൽ 4 ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഡിസൈൻ ആണ് നമ്മൾ പല്ലുവിൻ്റെ ഒരു എൻ പോർഷനിൽ കണ്ടത്. നെക്സ്റ്റ് ഇതിൻ്റെ ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. രണ്ട് സെയിം സൈസുള്ള ഡിസൈൻസ് തന്നെയാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. നമ്മൾ പല്ലുവിൽ കണ്ട അതേ വലുപ്പത്തിൽ തന്നെ വന്നിരിക്കുന്ന 2 ഡിസൈൻസ് ആണ്. ഈ ഒരു ഇത്രയും ഒരു ഗ്യാപ്പിലാണ് 2 ഡിസൈൻസ് കൊടുത്തിരിക്കുന്നത്. ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം ഫ്രണ്ട് ഏരിയ കവർ ചെയ്യുന്ന പോലെ അത്യാവശ്യം വലിപ്പമുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് പോർഷൻ കവർ ചെയ്യുന്നത് പോലെ ഈ ഡിസൈൻ വരുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കസ്റ്റമർ ഒരു സ്പെസിഫിക് ഡിസൈൻ ഒന്നും പറയാതെ നമ്മളോട് തന്നെ ഡിസൈൻ ചൂസ് ചെയ്തോളാൻ പറഞ്ഞ് ചെയ്തിരിക്കുന്ന ഡിസൈൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പുതിയ ഫ്രഷ് ഡിസൈനാണ് ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. കൂടുതലും നമുക്ക് ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ഓർഡേഴ്സ് വരുന്നത്. അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സാരി അല്ലെങ്കിൽ ഫോട്ടോസിൽ കാണുന്ന സാരി അതുപോലെ തന്നെ ചെയ്തു തരാനായിട്ട് എപ്പോഴും ഓർഡേഴ്സ് വരുന്നത്. വളരെ കുറച്ച് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പുതിയ ഡിസൈൻസ് ട്രൈ ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ അവരായിട്ട് ഡിസൈൻസ് സജസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഇന്ന ബഡ്ജറ്റിൽ വരുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഡിസൈൻസ് ചൂസ് ചെയ്യാനായിട്ട് പറയുന്ന വളരെ കുറച്ച് കസ്റ്റമേഴ്സ് ഉള്ള അങ്ങനെയുള്ള ഒരു ഓർഡറാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഡിസൈനാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു ഡിസൈനോടെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിയിൽ ചെയ്യുന്ന അതേ പാറ്റേണിലാണ് 4 ഡിസൈൻസ് കൊടുത്തിരിക്കുന്ന. റൈറ്റ് ലെഗ് പോർഷനിൽ ഒരു സ്റ്റാൻഡിങ് പോസിലുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ കണ്ടതുപോലെ ചെസ്റ്റ് പോർഷനിൽ 2 ഡിസൈനും പല്ലുവിൽ ഒരു ഡിസൈനുമായിട്ട് ടോട്ടൽ 4 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാ ഷെയ്ഡ്സിലും കോട്ടൺ ചെക്കോട്ടയിൽ ഇപ്പോൾ ബ്ലൗസസ് അവൈലബിൾ അല്ല. ബ്ലൗസ് അവൈലബിൾ ആകുന്ന ഷെയ്ഡ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ഫാബ്രിക് ആണെങ്കിലും അവൈലബിൾ ആകുന്ന ഷെയ്ഡ്സിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വീണ്ടും നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു മിഷൻ എംബ്രോയിഡറി സാരിയാണ്. വൈറ്റ് കളറിലെ കോട്ടൺ ചെക്കോട്ട ഫാബ്രിക്കിൽ പിങ്കിൻ്റെ 2 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ബഞ്ച് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സൈസിൽ വരുന്നത് പോലത്തെ തന്നെ നമുക്ക് നോർമൽ സൈസിൽ, ഒത്തിരി സൈസും അല്ല തീരെ ചെറുതുമല്ല, നോർമൽ ഒരു സൈസിൽ വന്നിരിക്കുന്ന പോലത്തെ ഒരു ഫ്ലവർ ബഞ്ചാണ്. ഇതിനകത്ത് നിറച്ചും ഫ്ലവേഴ്സ് ഉള്ള ടൈപ്പ് ഒരു പാറ്റേൺ ആണ്. ഇതിനകത്ത് 2-3-4 ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഗ്രീനും അതുപോലെ തന്നെ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡും യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് ആ ഒരു ലീഫ് പാറ്റേൺ ഒക്കെ ചെയ്തിരിക്കുന്നത്. 2 ഷെയ്ഡ്സിലാണ്. ചില ലീവ്സ് യെല്ലോ ഷെയ്ഡ്സിലും ചില ഷെയ്ഡ്സ് ലീവ്സ് ഗ്രീൻ ഷെയ്ഡ്സിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്ലവറിലാണെങ്കിൽ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് പല്ലുവിൻ്റെ എൻ പോർഷനിൽ വന്നിരിക്കുന്ന ഡിസൈൻ. നേരത്തേക്ക് നമ്മൾ കാണിച്ച സാരീസിലെ പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ 4 ഡിസൈൻ ഈ ഒരു സാരിയിൽ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഫ്ലവേഴ്സ് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല കുറച്ച് ഒരു പ്രൈസ് കുറഞ്ഞൊരു നമുക്ക് ഡെയിലി വെയർ കളക്ഷനൊക്കെ പറ്റുന്ന പോലെ വളരെ ചെറിയൊരു പ്രൈസിൽ ചെയ്തെടുക്കാനാണെങ്കിൽ ഇതുപോലെ 4 സാരീസ് നമ്മൾ ഹാൻഡ് എംബ്രോയിഡറിക്ക് ചെയ്യുന്നത് പോലെ 4 ഡിസൈൻസ് വെച്ചിട്ട് ഇങ്ങനെ വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡിസൈൻ 2 എണ്ണമാണ് ചെസ്റ്റ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഗ്യാപ്പിൽ 2 ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉടുത്ത് വരുമ്പോൾ അത്യാവശ്യം ഫ്രണ്ടിൽ നിറച്ച് തന്നെ ഡിസൈൻ വരും. നല്ല വലിപ്പമുള്ള ഡിസൈൻ ആയതുകൊണ്ടും പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും വൈറ്റിൽ നന്നായിട്ട് ആ പിങ്കിൻ്റെ കോൺട്രാസ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത് കൊണ്ടും ആ ഒരു എംബ്രോയിഡറിക്ക് എന്തായാലും നല്ല ഹൈലൈറ്റ് വരും. അപ്പം ഇതിനകത്ത് 4ാമത്തെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ്. റൈറ്റ് ലെഗ് പോർഷനിൽ സെയിം ഡിസൈൻ തന്നെ നമ്മൾ സ്റ്റാൻഡിങ് പോസിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകത്ത് 4ാമത്തെ ഡിസൈൻ വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു സാരിയിൽ ഈ 4 ഡിസൈൻ മാത്രം വെച്ചിട്ടാണ് ഈ പർട്ടിക്കുലർ കസ്റ്റമർ നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് നമ്പർ ഓഫ് ഡിസൈൻസ് ആഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ചെസ്റ്റ് പോർഷനിൽ ഒരു ഡിസൈൻ കൂടിയോ അല്ലെങ്കിൽ പല്ലുവിൻ്റെ ഉള്ളിൽ വരുന്നിടത്തോ പ്ലീറ്റ്സിന് ഇടയ്ക്ക് കൂടെ വരുന്നിടത്തോ ഒക്കെ ആയിട്ട് നമുക്ക് ഡിസൈൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പം ഇത് ഈ ഒരു 4 ഡിസൈൻസ് വെച്ച് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്.
അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ സാരീസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ സെയിം സാരീസ് റിപ്പീറ്റ് ആയിട്ട്, അതായത് എക്സാക്ട് ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ കളർ കോമ്പിനേഷൻസോ നമ്പർ ഓഫ് ഡിസൈൻസോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഡിസൈൻസിന്റെ സജഷൻസ് ഉണ്ടെങ്കിലോ ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമ്മൾക്ക് അതനുസരിച്ച് ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മിഷൻ എംബ്രോയിഡറി വർക്കുകളുടെയൊക്കെ ഡിസ്പാച്ച് ടൈം വരുന്നത് 15 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പം ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഹാൻഡ് എംബ്രോയിഡറിയിലും അതുപോലെ മിഷൻ എംബ്രോയിഡറിയിലും ഹാൻഡ് പിക്ക് കളക്ഷൻസിലും ഒക്കെ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.